സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മസൂദ് നായർ ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പറയാനായിട്ടൊരു 100,000 കാര്യങ്ങളുണ്ട്. അതിനകത്തുനിന്ന് വളരെ ലളിതമായ ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടുകയാണ്. കേരളത്തിൻ്റെ പേര് മാറ്റിയിട്ടില്ല, കേരളം തന്നെയാണ് മലയാളത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഔദ്യോഗികമായിട്ട് കേരള എന്നറിയപ്പെടുന്നതിനെ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്ന് കേരളം എന്നാക്കി. ഹ്രസ്വകാല ഒരു പാർലമെന്റ് സമ്മേളനം 10-12 ദിവസം കൂടിയിട്ട് നടന്ന കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയൊരു ദേശീയ ഗാനത്തിനെ അപമാനിക്കുന്ന രീതിയിൽ വേറൊരു ഗാനത്തിന് ഒഴുക്ക പാടണമെന്നും പാടിയില്ലെങ്കിൽ 3 കൊല്ലം ജയിലിലടയ്ക്കുമെന്നും നമ്മുടെ ജനാധിപത്യത്തിന്റെ പോക്കോർത്ത് ഒരു തരത്തിൽ ഞാൻ കേഴുകയാണ്. അപ്പോൾ ഈ പേരുമാറ്റത്തിന്റെ കാര്യം തന്നെ ആലോചിക്കും. ഇത് ആരാണ് ഇനിഷ്യേറ്റ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേരള എന്നുള്ളത് കേരളമാക്കി കഴിഞ്ഞാൽ ഒരു 0 ചേർക്കുന്നു, വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. പക്ഷേ എന്തെല്ലാം സ്ഥാപനങ്ങളുടെ പേര് മാറ്റേണ്ടി വരും. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് വളരെ പ്രശസ്തമായ രീതിയിൽ നടന്നിരുന്ന ഒരു സർവകലാശാലയാണ് CP രാമസ്വാമി സ്ഥാപിച്ച തിരുവിതാംകൂർ സർവകലാശാല. എനിക്ക് ഓർമ്മ, അന്ന് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പം ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തിരയുമ്പോഴേ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അതൊക്കെ അതിനകത്ത് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ അതുപോലും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കേരള സംസ്ഥാനം വന്നപ്പോൾ ഉടനെ തന്നെ കേരള എന്നുള്ള പേരിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് കേരള യൂണിവേഴ്സിറ്റിയാക്കി. പക്ഷേ തമിഴ്നാടിന്റെ ഉദാഹരണം നോക്കൂ കേട്ടോ. അവര് മദ്രാസ് എന്നുള്ള സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാടായപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റിയിട്ടില്ല ഇപ്പോഴും. അപ്പൊ അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഇതിപ്പം ഈ പറയുന്ന ഒരു മാറ്റം കൊണ്ട് എന്താണ് നേട്ടമെന്നുള്ളത് സത്യത്തിൽ എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. ഈ മലയാളത്തിലെ ആരും തന്നെ ഇപ്പം അതിന്റെ സന്ദർഭവശാൽ കേരളം എന്ന് തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ വരുമ്പോഴാണ് ഇപ്പം കേരള എന്നും, പണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴത്തേക്കും കേരള എന്നല്ലോ കേരൾ എന്ന് പറയുമായിരുന്നുള്ളൂ. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സോർട്ട് ഓഫ് ഹാംലെസ് സിറ്റുവേഷനാണ്. ഇപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും, മംഗലാപുരം എന്നും പറഞ്ഞൊരു സിറ്റി, കന്നഡക്കാർക്ക് പോലും അറിഞ്ഞില്ല ഈ പേരെങ്ങനെ ഉണ്ടെന്നുള്ളത്. ബംഗളൂരു നമ്മൾ തന്നെ അതിന് മലയാളീകരിച്ച് മംഗലാപുരം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ പേര് മാറ്റേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. ഈ തലസ്ഥാന നഗരിയുടെ പേര് തിരുവനന്തപുരം കമ്പ്യൂട്ടർ യുഗത്തിൽ വളരെ പ്രശ്നം സൃഷ്ടിക്കുന്ന നീളമുള്ള ഒരു പേരാണ്. അത് പോയിട്ട് മലയാളമല്ല, തിരു എന്ന് പറയുന്നത് തമിഴാണ്. അപ്പോൾ ഇതിന്റെ പേര് ഒന്നുകിൽ വെട്ടിച്ചുരുക്കി അനന്തപുരി എന്നോ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ, പലതവണ ഇതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ശ്രീനഗർ അങ്ങേയറ്റത്ത് നോർത്തിലുള്ളതുപോലെ ഇങ്ങേ അറ്റത്തുള്ള സിറ്റിക്ക് ശ്രീപുരം എന്നാക്കി എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്തുന്നതിൽ കാര്യമായിട്ട് ഒരർത്ഥമുണ്ടായിരുന്നു. ഇത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഇന്നും തിരുവനന്തപുരം എന്ന് എഴുതാനായിട്ടുള്ള പ്രയാസം കൊണ്ട് പലരും, ഞാനടക്കം പലപ്പോഴും ട്രിവാൻഡ്രം തന്നെയാണ് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അർത്ഥമില്ലാത്ത ഏതൊരു പ്രസക്തിയുമില്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി വളരെ എന്താ പറയുക മൂല്യം ഉള്ള പാർലമെന്റിന്റെ സമയവും ഒക്കെ മെനക്കെടുത്തി എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ ഈ കേരളം എന്നാക്കി തീർന്നപ്പം ദൃശ്യമാധ്യമങ്ങളിൽ ഞാൻ കണ്ട വാർത്ത ഓർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ കേരളം എന്ന് കേട്ടാൽ, അല്ല ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാരണം അന്തംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് നരമ്പില്ല. അതായത് കേരള എന്നുള്ളതൊരു 0 ചേർത്ത് കിട്ടിയ സന്തോഷം. ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ചിരി വരുന്നത് തൽക്കാലം നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഈ ആഴ്ചത്തെ എന്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.